ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 5 വ്യാഴാഴ്ച തിരുളുന്ന മലയാള സിനിമയാണ് ആശാൻ. ജോൺ പോൾ ജോർജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഇന്നലെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പോസിറ്റീവ്, എക്സ്ട്രാ ഡീസന്റ് ആണ്. പ്രധാനമായും ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ എന്നിവരുടെ ആദ്യാവസാന മികച്ച പ്രകടനം തന്നെയാണ് സിനിമയിലുള്ളത് എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം രൂപപ്പെട്ടിട്ടുള്ളത്. ദുൽഖറിന്റെ വേഫറി ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം 130ഓളം തിയേറ്ററുകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, വിജേഷ് പാണത്തൂർ തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ പ്രകമ്പനം എന്ന സിനിമ തന്നെയാണ് നിലവിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 5-ാം ദിവസം എന്നുള്ള ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 78 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ 4,12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 6-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 70-75 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 4,90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,50 ലക്ഷം റേഞ്ചിലുമാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ജോജു ജോർജ്, ബിജു മേനോൻ, ലെന, ലിയോണ, ലിഷോയ്, ഷാജു ശ്രീധർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 4,27 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 6-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4,65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. ഈ സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 7 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയുടെ 14 ദിവസമാണ്, അതായത് 2 വാരമാണ് പിന്നിടുന്നത്. ചിത്രം 13-ാം ദിവസം ചൊവ്വാഴ്ച കേരളത്തിൽ 18 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 16,53 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 14-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 16,75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 36,50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നാദർഷ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 96 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. അങ്ങനെ 1,05 ലക്ഷം രൂപയാണ് ആദ്യ 12 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 12 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 1,18 ലക്ഷം രൂപയുമാണ്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബേബി ഗേൾ. ഈ സിനിമ 12-ാം ദിവസം ചൊവ്വാഴ്ച കേരളത്തിൽ 3,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 12 ദിവസം കൊണ്ട് 4,07 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. 13-ാം ദിവസം ബുധനാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 3 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4,10 ലക്ഷം റേഞ്ചിൽ അങ്ങനെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6.5 കോടി റേഞ്ചിലാണ്. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയായ സിനിമ കൂടിയാണ്. ചിത്രം 41-ാം ദിവസം ചൊവ്വാഴ്ച കേരളത്തിൽ 1,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 77,68 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 150,50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജനുവരി 23 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. ചിത്രം 12-ാം ദിവസം ചൊവ്വാഴ്ച കേരളത്തിൽ 1,85,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 12 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 84 ലക്ഷം രൂപയാണ്. 12 ദിവസം കൊണ്ട് 286,75 ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 342,50 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് നിന്ന് 50 കോടി ഉൾപ്പെടെ 392,50 ലക്ഷം രൂപയാണ് 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. യാഷ്രാജ് ഫിലിംസിന്റെ മണലിൽ ആദിത്യ ചോപ്ര നിർമ്മിച്ച് അഭിരാജ് മിനാവേല സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മർദാനി 3. റാണി മുഖർജി, ജാനകി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 5-ാം ദിവസം ചൊവ്വാഴ്ച കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 26,40 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 7,60 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 34 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 60 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിലെത്താൻ ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.